നമസ്കാരം, എൻ്റെ പേര് ജയരാജ്. അപ്പം നമ്മളിന്ന് നമുക്ക് വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 2 ആപ്ലിക്കേഷനാണ് കാണിച്ചു തരുന്നത്. അത് എങ്ങനെയാണ് അതിനകത്ത് പൈസ കയറ്റുന്നത്, അതെങ്ങനെയാണ് യൂസ് ചെയ്തേക്കുന്നതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്. 2 ആപ്പുണ്ട്, ഒന്ന് ഗോയിസിയും ഒന്ന് സിയോണുമാണ്. അപ്പം ഞാൻ 2 ആപ്ലിക്കേഷനും ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ചാർജിങ് സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അടുത്ത് ഡയറക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്നത്, അവരുടെ കസ്റ്റമർ കെയറിൽ വിളിക്കാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ്റെ ഈ സിയോണും അതുപോലെ തന്നെ ഗോയിസിയും. അപ്പോൾ ഈ സിയോൺ ഇങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതാണ് സിയോണിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. അപ്പം ഇതെല്ലാം തന്നെ ചാർജിങ് സ്റ്റേഷൻസ് ആണ്. അപ്പോൾ ഓൾറെഡി ഇത് കേരള, തമിഴ്നാട് ഈ ഏരിയയിലോട്ടാണ് ഇതിൻ്റെ കൂടുതൽ ചാർജിങ് സ്റ്റേഷൻ വരുന്നത്. ഇത് നോർത്തിലോട്ടും കാര്യങ്ങളൊക്കെ ഇതിപ്പം എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് കോഴിക്കോടോ അല്ലെങ്കിൽ കോയമ്പത്തൂരോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ കോയമ്പത്തൂരുള്ള ഒരു ചാർജിങ് സ്റ്റേഷനാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എവിടെയാണ്, ഇതിൻ്റെ അഡ്രസ്സാണ്, എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പം നിലവിൽ ഒരെണ്ണം ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതാണ് ചാർജിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇത് ഒരെണ്ണം അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 22 റുപ്പീസാണ്. അതാണ് ഇങ്ങനെ കാണിക്കുന്നത്, 24 കിലോ വാട്ട് കാണിക്കുന്നത്, CCS കാണിക്കുന്നത്. അപ്പം നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വിളിച്ചിട്ട് കസ്റ്റമർ കെയർ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരതിൻ്റെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഗോയിസിയുടെ ചാർജിങ് സ്റ്റേഷൻ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും നമുക്കിങ്ങനെ ചാർജിങ് സ്റ്റേഷൻ പോലെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. നമുക്കിപ്പോൾ ഇപ്പം ഞാൻ ആക്ച്വലി കോട്ടയത്താണ് ഉള്ളത്. അപ്പം നമുക്ക് കോട്ടയത്ത് എവിടെയാണെന്ന് നോക്കാം. ഇത് ആലപ്പുഴ, കോട്ടയം. ആക്ച്വലി ഇത് കണ്ടോ, ഇത് കോട്ടയമാണ്. കോട്ടയത്ത് നമുക്ക് ഹോട്ടൽ ഐഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഹോട്ടൽ ഐഡ, ഇത് ഹോട്ടൽ ഐഡയാണ് കാണിക്കുന്നത്, ഹോട്ടൽ ഐഡ കോട്ടയം. അപ്പം ഇതിലേക്ക് നമുക്ക് ഗെറ്റ് ഡയറക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ഗൂഗിൾ മാപ്പിലേക്ക് പോവും. എന്നിട്ട് നമുക്ക് ഡയറക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്കെന്താ പറയുന്നത്, നേരെ അങ്ങോട്ട് ചാർജിങ് സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റും. അപ്പം ഇതിനകത്ത് പൈസ ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 ഡോട്ട് ഉണ്ട്. ഈ 3 ഡോട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വാലറ്റ് കണ്ടോ, ഈ വാലറ്റിൽ പ്രസ് ചെയ്യുക. വാലറ്റ് പ്രസ് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു 100 രൂപ കൊടുക്കുക. പ്രൊസീഡിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ UPI ത്രൂ നമുക്ക് നമ്മുടെ ഗൂഗിൾ പേ കൂടെയോ ഞാൻ ചാർജ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഫോൺ പേ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞെക്കുക. അപ്പം നമുക്ക് ഫോൺ പേയിലേക്ക് നേരെ പോവും, പേ കൊടുക്കുക. നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ ഫുള്ള് സംഭവം ഇങ്ങനെയാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇൻ്റർഫേസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാലൻസ് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് കോട്ടയത്തു നിന്ന് നമുക്ക് ബാംഗ്ലൂർ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്ലാനറ്റ് ട്രിപ്പ് എന്നൊരു സംഭവമുണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ലൊക്കേഷൻ കാണിക്കും. ഇപ്പോൾ നമ്മുടെ കോട്ടയം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കോട്ടയം, ഇതിപ്പോൾ ഞാൻ കോട്ടയം എന്ന് കൊടുത്തു. അതുപോലെ ചൂസ് ഡെസ്റ്റിനേഷൻ നമുക്ക് ബാംഗ്ലൂർ കൊടുക്കാം. ബാംഗ്ലൂർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനൊരു സംഭവം തരും. അപ്പം നമ്മൾ ഈ പോകുന്ന വഴി കൂടെ ഉള്ള എല്ലാ ചാർജിങ് സ്റ്റേഷൻസും നമുക്കിങ്ങനെ വിസിബിൾ ആവും, ഇങ്ങനെ. അപ്പം ഇതുപോലെ. അപ്പം ഇത്രേ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വലിയ സംഭവം ഒന്നും പറയില്ല, ഭയങ്കര സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഗോയിസിയുടെ ആപ്പ്. അപ്പം നമുക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർജിങ് സ്റ്റേഷൻ അവിടെ ഒരു ബാർകോഡ് കാണും. ആ ബാർകോഡിന് അവിടെ പോയി ചെന്നിട്ട് നമ്മൾ ഗണ്ണ് നമുക്ക് വണ്ടിയിൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇത് കണ്ടോ, ഈ QR കോഡ് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഗോയിസിയുടെ ചാർജിങ് ആണ്. ഇതാണ് ഗോയിസി. ഇത് ഗോയിസിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗോയിസിയുടെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ഗോയിസിയുടെ മാപ്പും കാര്യങ്ങളൊക്കെ, ഗോയിസിയുടെ ചാർജിങ് ഒക്കെ ഉള്ളത്. ഇപ്പോൾ ഗോയിസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേരള ബേസ്ഡ് ആണ്. ഇപ്പോൾ കേരളത്തിലാണ് കൂടുതലും ഗോയിസി ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോട്ടയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കോട്ടയത്ത് ഏറ്റുമാനൂർ, ഇതിപ്പോൾ ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂർ സൈഡിൽ ഗോയിസി ഉണ്ട്. അപ്പോൾ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത ഉടനെ ഇത് എത്ര എണ്ണം അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ 2 ചാർജർ അവിടെ അവൈലബിലിറ്റി ഉണ്ട് ഏറ്റുമാനൂർ. ഓവർവ്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ അഡ്രസ്സ് വരുന്നത്. അപ്പം ഈ അഡ്രസ്സ് വരുന്നത് നമുക്കിപ്പോൾ ഡയറക്ഷൻസ് വേണമെങ്കിൽ ഡയറക്ഷൻസിൽ പോകാം, കസ്റ്റമർ കെയറിൽ വിളിക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
സിയോണുമായിട്ട് വളരെ സിമിലറാണ് ഈ ആപ്പ് എന്ന് പറയുന്നത്. ഇത് ഈ 3 ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൈ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനകത്ത് ഒരു പൈസ ഇടാം. ടോപ്പപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാശ് എടുത്ത് ഗൂഗിൾ പേ വഴി നമുക്ക് പൈസ ആഡ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതിനകത്തും വലിയ സംഭവങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതുണ്ട്, ഈ ബാർകോഡ് ത്രൂ ആണ് നമ്മൾ ഈ വണ്ടി ചാർജ് ചെയ്യേണ്ടത്. അപ്പം ആ സ്റ്റേഷനിൽ ഒരു ബാർകോഡ് കാണും, അത് വെച്ച് നമുക്ക് സിങ്ക് ചെയ്തിട്ട് ചാർജ് ചെയ്യാം. സോ ഇതിപ്പോൾ എൻ്റെ ചാർജിങ് ഹിസ്റ്ററിയാണ്. ഞാൻ ചാർജ് ചെയ്തേക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതിൽ പ്രസ് ചെയ്ത് 3 ഡോട്ടിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൈ വെഹിക്കിള്, പ്രൊഫൈല്, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓണാക്കിയടാ. ഓക്കെ, അപ്പം ഞാനിന്ന് കാണിച്ചത് 2 ചാർജിങ്ങിൻ്റെ ആപ്പിനെ കുറിച്ചാണ്. ഒന്ന് ഗോയിസിയും പിന്നുള്ളത് സിയോണും. അപ്പം ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് 2 ആപ്പാണ്. ഈ 2 ആപ്പിലും എനിക്ക് ഇതുവരെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് കട്ടായി പോവുകയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും എനിക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ആപ്പിൽ. അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് കോട്ടയം തെള്ളകം എന്നൊരു സ്ഥലത്ത് മാതാ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ലെക്സോൺ ടാറ്റ എന്നുള്ള ഷോറൂമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെയിൽസിനോ സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോ വണ്ടി എടുക്കുന്ന കാര്യത്തിലോ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ടൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കിനി ഉടനെ കാണാം.